ടൗൺഷിപ്പുകൾ, റെസിഡൻഷ്യൽ ഏരിയകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, ഗോഡൌണുകൾ, വിനോദ മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര ഹബ്ബായി വിഴിഞ്ഞത്തെ മാറ്റലാണ് ലക്ഷ്യമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനു വേണ്ടിവരിക ആയിരക്കണക്കിന് കോടി രൂപയാണ്. വിഴിഞ്ഞത്ത് നിന്നും 50 കിലോമീറ്റർ ചുറ്റളവിൽ 10,000 ഏക്കർ ഇതിനായി ആവശ്യമാണ്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചും സ്വകാര്യ നിക്ഷേപം സ്വീകരിച്ചും സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോണുകൾ സൃഷ്ടിക്കലാണ് നിലവിലെ ലക്ഷ്യം. നിർദ്ദിഷ്ട വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെയും തിരുവനന്തപുരത്തെ വികസന ഇടനാഴിയുടെയും നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. വളരെയധികം അഭിമാനമുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ തുറമുഖം, നമ്മുടെ നാട് കേരളത്തിനുള്ള ഒരു വലിയ വികസനത്തിന്റെ വലിയൊരു ബേസ് ആകും ഇതെന്നുള്ള യാതൊരു തർക്കവുമില്ല. തിരുവനന്തപുരത്തിന്റെ ഒരു വികസനം തന്നെയാണ് ഇനി മുന്നോട്ട് വരുന്നത്. തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും തുറന്നു കിട്ടുന്ന തൊഴിൽ സാധ്യതയും നാടിന് നേട്ടമാകും. തുറമുഖത്തിന്റെ ആദ്യഘട്ടം ചരക്ക് ഗതാഗതത്തിനായി മാത്രമാണ് ഉപയോഗപ്പെടുത്തുക എങ്കിലും പിന്നീട് അങ്ങോട്ട് വിനോദസഞ്ചാരത്തിനുള്ള സാധ്യതയടക്കം തേടാനാകും. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ള വേഗത വികസന പ്രവർത്തനങ്ങൾക്ക് കൈവരുന്നില്ല എന്ന വിമർശനവുമുണ്ട്. തുറമുഖത്തിന്റെ യാഥാർത്ഥ്യത്തിനായി ഒരുപാട് വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായി പരിഹാരം കണ്ടെത്താനായിട്ടില്ല. വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി നമ്മൾ കാത്തിരുന്നതല്ലേ, ഇനി ഒരല്പം കൂടി കാത്തിരിക്കാം, എല്ലാം ശരിയാകുമെന്നേ. വിഴിഞ്ഞത്തു നിന്നും നെല്ലേമുരുകനൊപ്പം അമൽ തേനമ്പ്രമ്പിൽ, മാതൃഭൂമി ന്യൂസ്.